ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ പാഠഭാഗമായ സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിന് മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്താണ്? ആകാശം. സ്കൈ എന്ന് പറയുന്നത് കയ്യിൻ്റെ, നമ്മുടെ കൈയുടെ ദൂരത്താണ്, അത് വളരെ അടുത്താണ്. കയ്യെത്തും ദൂരത്ത് ആകാശം എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. ഓക്കെ, ഇവിടെ താഴെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു ഗ്രാൻഡ് പായും ഗ്രാൻഡ് സണ്ണും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡയലോഗാണ് തന്നിട്ടുള്ളത്. ഗ്രാൻഡ് പ പറയാണ്, ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സ്റ്റോറീസ്. എന്താണ്? സ്കൈയിൽ ഫുള്ള് നിറയെ സ്റ്റോറീസ് ആണെന്നാണ് പറയുന്നത്. ഇനി താഴെ നോക്കൂ. വൈ ഡിഡ് ഗ്രാൻഡ് പ സേ സോ? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഈസ് ഇറ്റ് കറക്റ്റ് ടു സേ സോ? എന്താണ്, ശരിക്കും ഇത് ശരിയാണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ പണ്ടുള്ള ആളുകൾ ഒരുപാട് കഥകളൊക്കെ പറയുമായിരുന്നു. മുത്തശ്ശി കഥകൾ പോലെ ഒരുപാട് കഥകൾ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗ്രാൻഡ് പ പറഞ്ഞത് എന്താണ്, ആകാശം എന്ന് പറയുന്നത് ഫുള്ള് സ്റ്റോറീസ് ആണെന്ന് പറഞ്ഞത്. ഇനി നോക്കൂ, ബിയോണ്ട് സ്റ്റോറീസ്, കഥകൾക്ക് അപ്പുറം എന്താണ് ആകാശം എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. Since ancient times, the sky has been a wonder for humans. എന്താണ്? ആൻഷ്യൻ ടൈമിൽ ആകാശം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഒരു വണ്ടർ ആയിരുന്നു, ഒരു അത്ഭുതം തന്നെയായിരുന്നു. പീപ്പിൾ ഓഫ്റ്റൻ മെയ്ഡ് അപ്പ് ആൻഡ് propagated numerous stories about the celestial bodies. It is human nature to cook up stories about the things they don't know and can't explain. അഥവാ നമുക്കറിയാം ആകാശത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആകാശ കാഴ്ചകളെ കുറിച്ച് ധാരാളം സ്റ്റോറീസ് പണ്ട് ആളുകൾ പറഞ്ഞിരുന്നു. അവർക്ക് അറിയാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളോ അറിയാത്ത കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ട് അവർ കഥകൾ ഉണ്ടാക്കുക, സ്റ്റോറീസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഹ്യൂമൻ നേച്ചറാണ്. ഇനി ഇവിടെ താഴെ നോക്കൂ. ഇവിടെ കണ്ടോ, കുറേ സ്റ്റാർസിനെ ഒക്കെ കൂടെ ഒരു ലൈൻ ആക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പിക്ചർ പോലെ കാണുന്നുണ്ട്. എന്താണ് കിട്ടുന്നത്? ഒരു ഗേളിനെയാണ് കിട്ടുന്നത് അല്ലേ. ഇഫ് ഈ സ്റ്റാർ ഓഫ് എ സ്റ്റാർ ക്ലസ്റ്റർ ഈസ് കണക്റ്റഡ് ടു വൺ അനദർ, ഫിഗർ ഓഫ് ഗേൾ ക്യാൻ ബി സീൻ. നമ്മുടെ ആകാശത്ത് എന്ന് പറയുന്നത് ഒരുപാട് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് കുറേ സ്റ്റാർസിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഗേളിനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദ സ്റ്റോറി പോപ്പുലർ എമംഗ് ദ ഗ്രീക്സ് വാസ് ദാറ്റ് ഷി വാസ് എ പ്രിൻസസ് ആൻഡ് ഷി വാസ് ചെയിൻഡ്. ദ പ്രിൻസസ് നെയിം വാസ് ആൻഡ്രോമിഡ. ദ നെയിം ആൻഡ്രോമിഡ ഈസ് സ്റ്റിൽ യൂസ്ഡ് ടു ഐഡന്റിഫൈ ദീസ് കൾച്ചർ ഓഫ് സ്റ്റാർസ്. അപ്പോൾ ഈ ഒരു ഗേളിനുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീക്കിലെ ഒരു സ്റ്റോറീസ് ആണ് പ്രചാരത്തിൽ ഉള്ളത്. ആൻഡ്രോമിഡ എന്ന് പറയുന്ന ഒരു രാജകുമാരിയുടെ പേരിലാണ് ഈ ഒരു നക്ഷത്രത്തിനെ നമ്മൾ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസിനെ പറയുന്നത്. ഈ നക്ഷത്ര കൂട്ടങ്ങളെ പറയുന്നത് ഈ ആൻഡ്രോമിഡ എന്ന രാജകുമാരിയുടെ പേരിലാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആ സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ സ്റ്റോറി ഓഫ് ആൻഡ്രോമിഡ. Andromeda was the daughter of Cephus, the king of Ethiopia, and his queen of Cassiopeia. Cassiopeia was so proud that her daughter Andromeda was even more beautiful than the goddess. This angered Poseidon, the god of the sea. He sent a set of monsters to attack Ethiopia and thus to put an end to Cassiopeia's arrogance. King Cephus was already to sacrifice his daughter Andromeda to save the kingdom. She was chained to a rock by the sea. Perseus, a heroic figure, then arrived and killed the monster. He rescued Andromeda and married her. അത് എത്യോപ്യയിലെ ഒരു സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്പിയ എന്ന് പറയുന്ന ഒരു രാജകുമാരിയുടെയും ക്വീനിൻ്റെയും മകളായിരുന്നു ആൻഡ്രോമിഡ എന്ന് പറയുന്നത്. ഈ ആൻഡ്രോമിഡ എന്ന് പറയുന്നത് എന്താണ്, വളരെ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു. വളരെ ദേവതകളെക്കാളും ഭംഗിയുള്ള കുട്ടിയായിരുന്നു. കാസിയോപ്പിയയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ എന്ന ദേവൻ എത്യോപ്യയെ രക്ഷിക്കാനായി സീറ്റസ് എന്ന രാക്ഷസിനെ അയക്കുകയും രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ആൻഡ്രോമിഡയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. The stories similar to Andromeda are found in Indian, Chinese and Arab cultures. അപ്പോൾ ഈ ആൻഡ്രോമിഡയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഗ്രീക്കാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലും ചൈനീസിലും അറബ്സിലും ഒക്കെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. But there were people who searched for the reality beyond these stories. They are
astronomers. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടെങ്കിലും ഈ സ്റ്റോറീസ് ഒക്കെ റിയൽ ആണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് ആളുകൾ മുന്നിലേക്ക് വന്നു. അവരെയാണ് നമ്മൾ അസ്ട്രോണമേഴ്സ് എന്ന് പറയുന്നത്, ജ്യോതിശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത്. ഗലീലിയോ, കോപ്പർനിക്കസ്, ന്യൂട്ടൺ ആർ ജസ്റ്റ് സം ഓഫ് ദം. അപ്പോൾ ഗലീലിയോ, കോപ്പർനിക്കസ്, ന്യൂട്ടൺ ഇവരൊക്കെ ഇത്തരത്തിലുള്ള അസ്ട്രോണമേഴ്സ് ആണ്. In India, too, there were astronomers like Aryabhata and ഭാസ്കരാചാര്യ. ഇതൊക്കെ ഈ ഗലീലിയോയും പോലെ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന അസ്ട്രോണമേഴ്സ് ആണ് ആര്യഭട, അതുപോലെ തന്നെ ഭാസ്കരാചാര്യൻ എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, സ്കൈ വാച്ചിങ് ആണ്. ക്യാൻ യു ഇമാജിൻ എനി ഷേപ്പ് ഇൻ ദ ഡോട്ട്സ് ഗിവൺ ഇൻ ദ പിക്ചർ? താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, അത് എന്ത് ഷേപ്പാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കണക്ട് ദ ഡോട്ട് ആൻഡ് ഡ്രോ ദ ഷേപ്പ് യു സി. നിങ്ങളുടെ അടുത്ത് ആ ഡോട്ടൊക്കെ ഒന്ന് യോജിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, like this we can imagine different shapes connecting the nearby stars which are seen in the sky. അപ്പോൾ നമ്മുടെ സ്കൈയിലുള്ള ഒരുപാട് എന്താണ് അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റോറീസ് കിട്ടും, ഒരുപാട് രൂപങ്ങളും കിട്ടും. മെനി സ്റ്റോറീസ് അബൌട്ട് ദ സ്റ്റാർസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് മാനർ. ഈ രീതിയിലാണ് ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുള്ളത്. ദ ആൻഷ്യന്റ് പീപ്പിൾ ഇമാജിൻ certain shapes connecting the neighboring stars. They gave the names of the mythological characters existed in the respective region to identify the stars. എന്താണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ രൂപം കിട്ടുമ്പോൾ ആ പ്രദേശത്ത് എന്തെങ്കിലും മിത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു പേര് അതിന് കൊടുക്കും. അങ്ങനെ നമുക്ക് എന്താണ് നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിൽ ബന്ധം അവർക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ദേ ഒബ്സർവ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പൊസിഷൻ ഓഫ് സ്റ്റാർസ് ആൻഡ് ദ ക്ലൈമറ്റ്. ദ ഫാമേഴ്സ് ഐഡന്റിഫൈഡ് ദ റിലേഷൻ ഓഫ് ഡ്രോട്ട്, റെയിൻ ആൻഡ് റെസ്ക്യൂ ആൻഡ് ഓവർഫ്ലോ ഓഫ് റിവേഴ്സ് വിത്ത് ദ പൊസിഷൻ ഓഫ് സ്റ്റാർസ്. അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങളെ ഓരോ പൊസിഷനും മനസ്സിലാക്കിയിട്ട് ഫാർമേഴ്സിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് അവിടെ എപ്പോഴാണ് ഡ്രോട്ട്, വരൾച്ച എപ്പോഴാണ് ഉണ്ടാവുക, മഴ എപ്പോഴാണ് കിട്ടുക, ഓരോ റിവേഴ്സും എപ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടാവുക, അതൊക്കെ ഈ സ്റ്റാർസിന്റെ പൊസിഷൻ വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ദേ യൂസ്ഡ് ദിസ് ഇൻഫർമേഷൻ ഫോർ ഫാമിംഗ്. മോറോവർ ദ പൊസിഷൻ ഓഫ് ദ സ്റ്റാർസ് ഹെൽപ്പ് ദ ട്രാവലേഴ്സ് ടു ഐഡന്റിഫൈ ഡയറക്ഷൻ. അപ്പോൾ എന്താണ് ഫാർമേഴ്സിന് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ട്രാവലേഴ്സിനൊക്കെ എന്താണ് ഈ ഓരോ സ്റ്റാർസ് നോക്കിയിട്ട് അവർക്ക് ഡയറക്ഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സ്കൈ? എന്താണ് ആകാശം എന്ന് പറയുന്നത്? വേർ ഡസ് ദ സ്കൈ ബിഗിൻ? എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? വാട്ട് ഓൾ ഡു വി സീ ഇൻ ദ സ്കൈ വെൻ വി ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ദ എർത്ത്? നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? ഇനി അതൊക്കെയാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ it is the earth's atmosphere. All the trees exist, the birds and the aircraft fly and the clouds float. അപ്പോൾ മരങ്ങളൊക്കെ ഒരുപാട് വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും ഒക്കെ പറക്കുന്നതും മേഘങ്ങളൊക്കെ ഒഴുകി പോകുന്നതും ഒക്കെ എവിടെയാണ്? നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ്. ഓക്കെ, ദ മൂൺ, ദ സൺ ആൻഡ് ദ സ്റ്റാർസ് ആർ ഇൻ ദ സ്പേസ്. പക്ഷേ മൂണും സണ്ണും സ്റ്റാർസൊക്കെ ഉള്ളത് എവിടെയാണ്? സ്പേസിലാണുള്ളത്, അതൊരിക്കലും എർത്തിൻ്റെ സർഫേസിലല്ല. ഓക്കെ, the space is the hard vacuum without air outside the earth's atmosphere. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള ഒരു എയർ ഇല്ലാത്ത, വിത്തൗട്ട് എയർ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് എന്ത് പറയുന്നത്? സ്പേസ്, നമ്മുടെ ബഹിരാകാശം എന്ന് പറയുന്നത്. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത് വി ഫീൽ ദാറ്റ് ഓൾ ദ celestial bodies ആർ ഓൺ ദ സെയിം പ്ലെയിൻ. ഈസ് ഇറ്റ് റിയലി ലൈക്ക് ദാറ്റ്? അപ്പം നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശത്തിൻ്റെ എല്ലാ celestial ബോഡീസും ഒരേ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് തോന്നും, ഒരേ സെയിം പ്ലെയിനിലാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നാണ് ചോദിക്കുന്നത്. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ആൽഫ എന്താണ്? ആൽഫ സെൻറ്റോറി എ എന്ന് പറയുന്നത് ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 60 lakh എർത്ത് 40 lakh crore കിലോമീറ്റർ ഫാർ ഫ്രം ദ എർത്ത്. അഥവാ ആൽഫ സെറ്റോറി എ എന്ന് പറയുന്നത് 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന അത്രയും വലുപ്പമുള്ള ഒന്നാണ്. ഇതെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് നോക്ക്, സണ്ണാണ്. ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 30 lakh എർത്ത് 15
crore kilometer away from the earth. നെക്സ്റ്റ് സണ്ണാണ്. സൺ എന്ന് പറയുന്നത് എന്താണ്? 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന അത്രയും വലിപ്പമാണുള്ളത്. ഭൂമിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഇതുള്ളത്. ഇനി അടുത്തത് എർത്ത് ആണ്. എർത്ത് ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 50 മൂൺസ്. എന്താണ്? ഭൂമി എന്ന് പറയുന്നത് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. ഇനി മൂൺ എന്ന് പറയുന്നതോ 3.84 lakh കിലോമീറ്റർ എവേ ഫ്രം ദ എർത്ത്. എർത്തിൽ നിന്നും എത്രയാണ്? 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ ഉള്ളത്. അപ്പൊ എല്ലാം സെയിം പ്ലെയിനിലാണോ? അല്ല, ഓരോന്നും ഓരോ വലുപ്പത്തിലും ഓരോ പ്ലെയിനിലുമാണ് ഉള്ളത്. Then star clusters are known as constellation. എന്താണ്? ഈ സ്റ്റാറിന്റെ നക്ഷത്ര ഗണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ലെറ്റ് us familiarize ourselves with some കോൺസ്റ്റലേഷൻസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് നക്ഷത്രത്തിലെ ഇത്തരത്തിലുള്ള കോൺസ്റ്റലേഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ദ ഹണ്ടർ, ഒറിയോൺ എന്നുള്ളതാണ്. ദിസ് ഈസ് എ constellation visible in the eastern horizon at dusk in December. When the stars are connected, we can imagine the shape of a hunter and hence given the name hunter. The Greeks gave the name Orion to the constellation which is the name of എ ഹണ്ടർ ഇൻ ദെയർ മിത്തോളജി. അഥവാ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കിൻ്റെ ഒറിസോണിൽ കാണുന്നതാണ് ഈ ഒരു ഹണ്ടർ എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ കൂട്ടം. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ എന്താണ് കിട്ടുന്നത്? നമുക്കൊരു ഹണ്ടറിൻ്റെ ഷേപ്പാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രീക്കിലെ ആളുകൾ ഇതിനെന്ത് പറയുന്നത്? ഓറിയോൺ എന്ന പേരിലും ഈ നക്ഷത്രത്തിനെ, ഈ ഒരു നക്ഷത്രത്തിൻ്റെ ഗ്രൂപ്പിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ സപ്തർഷീസ് ആണ്. ദിസ് ഈസ് എ കോൺസ്റ്റലേഷൻ in the northern horizon clearly visible during the month of April without the aid of telescope. The name Saptarshis was given by Indians because 7 stars could be seen very clearly in this constellation. In Europe countries it is known as the Big Dipper as it has the shape of big spoon. It is a part of the constellation Ursa Major. എന്താണ് അടുത്തതായിട്ട് പറയുന്നത്? നമുക്ക് ടെലിസ്കോപ്പിൻ്റെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ എവിടെ കാണുന്നതാണ്? നമ്മുടെ നോർത്തേൺ ഹൊറിസോണിൽ കാണുന്നതാണ് ഈ ഒരു നക്ഷത്രത്തിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ 7 നക്ഷത്രങ്ങളെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഇന്ത്യൻസ് സപ്തർഷികൾ എന്ന് പറയുന്നത്. വലിയ ഒരു തവിയുടെ രൂപം സങ്കല്പിച്ചിട്ട് യൂറോപ്യൻസ് എന്ത് പറയാറുണ്ട്? ബിഗ് ഡിപ്പർ എന്നും ഇതിന് പറയാറുണ്ട്. ഓക്കെ, അർസ മേജർ എന്ന നക്ഷത്ര ഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഒരുപാട് നക്ഷത്ര ങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ സയൻസ് ഡയറിയിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ സ്റ്റാർ വാച്ചിങ് ക്യാമ്പ് ഓർഗനൈസ്ഡ് ഇൻ എ സ്കൂൾ. സ്കൂളിൽ സംഘടിപ്പിച്ച നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, that you may also participate in a star watching camp and learn more about the sky. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു സ്റ്റാർ വാച്ചിങ് ക്യാമ്പിന് പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, കാരണം എന്താണ്? സ്കൈനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇഫ് ദ സ്കൈ ഈസ് ക്ലൗഡി ഓർ ദർ ഈസ് ടു മച്ച് ലൈറ്റ് അറൌണ്ട്, സ്റ്റാർ വാച്ചിങ് വിൽ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ അവിടെ എന്താണ്? കൂടുതൽ ക്ലൗഡി ഉള്ള ദിവസമാണെങ്കിലോ അല്ല എന്നിട്ട് കൂടുതൽ ലൈറ്റ് ഉള്ള ദിവസമാണെങ്കിലോ നമുക്ക് എന്താണ്? സ്റ്റാർ വാച്ച് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം. കാരണം ശരിക്കും നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിന് താഴെ വാട്ട് പ്രിപ്പറേഷൻസ് ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്. സ്റ്റാർ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം? എന്തൊക്കെയാണ്? എ പ്ലേസ് വിത്ത് എ ക്ലിയർ വ്യൂ ഓഫ് ദ സ്കൈ ഷുഡ് ബി ചോസൺ. എന്താണ്? നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഡു നോട്ട് ചൂസ് എ പ്ലേസ് ദാറ്റ് ഈസ് ടു ബ്രൈറ്റ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലവും നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റില്ല. ചൂസ് എ ക്ലിയർ നൈറ്റ്. നല്ല ക്ലിയർ ആയിട്ടുള്ള നൈറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്റ്റാർ വാച്ചിങ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. There are software that help us in the sky watching. Try watching the sky using K-Star and Statellarium installed on your school computers. അപ്പോൾ എന്താണ്? ആകാശത്തിൻ്റെ ഈ ഒരു വാച്ചിങ്ങിന് സഹായിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ വിദ്യാലയത്തിലെ കമ്പ്യൂട്ടറിൽ K-Star, സ്റ്റെല്ലേറിയം എന്നിവ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്താനും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് സ്പേസ് സ്റ്റേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്, ബഹിരാകാശ നിലയത്തെ കുറിച്ചിട്ട്. We observe the stars from the earth.
What if we observed and conduct experiment from the space itself? A space station is a laboratory set up in the space. അഥവാ ഭൂമിയിൽ നിന്ന് നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെയാണ് നിരീക്ഷിച്ചത്. ഇനി ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും അവിടെ എന്താണ് ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യാനും ഒക്കെ സൗകര്യം ഉണ്ടെങ്കിലോ, അപ്പം എന്താണ് അതിനായിട്ട് ബഹിരാകാശത്ത് നടത്തിയിട്ടുള്ള ഒരു ലബോറട്ടറിയാണ് നമ്മുടെ എന്തു പറയുന്നത് സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. Look at the picture of a space station. അപ്പോൾ നമുക്ക് താഴെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതാണ് സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, കണ്ടോ. ദെൻ ഇനി നമുക്കറിയാം സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും അല്ലേ. വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹൂ റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റിന് വേണ്ടി സ്പേസിൽ എത്തുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരിക? നോ എയർ, എന്താണ് അവിടെ എയർ ഇല്ല. പിന്നെ എന്താണ്, നോ വാട്ടർ, വാട്ടർ ഇല്ല. നോ ഗ്രാവിറ്റി, നോ സൗണ്ട്, നോ വെയിറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതേണ്ടത് നോ വാട്ടർ, നോ ഗ്രാവിറ്റി, നോ സൗണ്ട്, നോ വെയിറ്റ്. ഓക്കെ, ദെൻ വാട്ട് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ആർ നീഡഡ് ടു ഓവർകം സച്ച് പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലോറേഷൻ റിലേറ്റഡ് ടു ഔട്ടർ സ്പേസ് ആർ പ്രോഗ്രസിംഗ് അറ്റ് എ ഗ്രേറ്റസ്റ്റ് peak nowadays. It is the sky watching that inspired all these explorations and experiments. എന്താ പറയുന്നത്, നമുക്കറിയാം ഇത്തരത്തിൽ നമ്മൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇന്ന് വലിയ തോതിൽ തന്നെ ഗ്രേറ്റർ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും എല്ലാം തുടക്കമിട്ടത് എങ്ങനെയാണ്? സ്കൈ വാച്ചിങ്ങിലൂടെയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് മൂണിനെ കുറിച്ചിട്ടാണ്. ദ മൂൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ബ്രൈറ്റസ്റ്റ് ബോഡി ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്, isn't it? വാട്ട് കുഡ് ബി ദ റീസൺ? രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതലും തെളിഞ്ഞതും വലുതുമായത് എന്താണ്? നമ്മുടെ മൂൺ തന്നെയാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ബിക്കോസ് ദ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് ടെലസ്ട്രിയൽ ബോഡി ടു ദ എർത്ത്. എർത്തിൻ്റെ അടുത്തുള്ള ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഗോളമാണ് എന്ത് പറയുന്നത്? ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇസ് ദ മൂൺ ബിഗർ ദാൻ ദ സ്റ്റാർസ്? എന്താണ്, മൂണ് സ്റ്റാർസിനേക്കാൾ വലിപ്പമുണ്ടോ? ക്യാൻ ദ മൂൺ ഷൈൻ ഓൺ ഇറ്റ്സ് ഓൺ? ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ? എന്താണ്, പറ്റുമോ? നോക്ക്, ദ മൂൺ റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത്. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? ചുറ്റുകയാണ് ചെയ്യുന്നത്. സാറ്റലൈറ്റ്സ് ആർ ദ ടെലസ്ട്രിയൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൌണ്ട് ദ പ്ലാനറ്റ്. അതുപോലെ തന്നെ ഗ്രഹനെ പറ്റുന്നവ ഉപഗ്രഹങ്ങൾ എന്നാണ് നമ്മൾ പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. ദ മൂൺ ഈസ് എ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. മൂൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് ആണ്. ദ ലൈറ്റ് ഓഫ് ദ സൺ ദാറ്റ് ഫോൾസ് ഓൺ ദ മൂൺ ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. അപ്പോൾ നമ്മുടെ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രകാശം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് മേക്സ് ദ മൂൺ ഗ്ലോ ആൻഡ് വി സീ ഇറ്റ് ആസ് ദ ലൈറ്റ് ഓഫ് ദ മൂൺ. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രകാശത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂണിൻ്റെ ലൈറ്റ് ആണെന്ന് പറയുന്നത്. വാട്ട് ആർ സം അതർ ഫ്യൂച്ചർ ഓഫ് ദ മൂൺ? റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് മൂണിനുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ചെയ്യാൻ ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സ്ഫെറിക്കൽ ഷേപ്പാണ്, പിന്നെന്താണ്, നോ അറ്റ്മോസ്ഫിയർ ആണ്, അതുപോലെ തന്നെ നോട്ട് സെൽഫ് ലുമിനസ് ആണ്, ഒറ്റക്ക് അതിന് പ്രകാശിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് നോ അറ്റ്മോസ്ഫിയർ, നോ സെൽഫ് ലുമിനസ് എന്നും കൂടെ നിങ്ങൾ എഴുതി കൊടുക്കുക. ദെൻ വാട്ട് ഓൾ ലുമിനസ് ഒബ്ജക്റ്റ് ആർ ദർ ഇൻ ദ സ്കൈ? നമ്മുടെ സ്കൈയിൽ വേറെ എന്തൊക്കെ വസ്തുക്കളാണ് പ്രകാശിക്കുന്ന വസ്തുക്കളായിട്ടുള്ളത്? ദ സൺ ഈസ് ദ ക്ലോസ്ഡ് എർത്ത് സ്റ്റാർ ടു എർത്ത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? സ്റ്റാർസ് ആണ് അല്ലേ. ലൈക്ക് ദ സൺ ദർ ആർ ബില്യൺ ഓഫ് സ്റ്റാർസ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പം എന്താണ്, സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് നമ്മുടെ യൂണിവേഴ്സിൽ ഉള്ളത്. മെനി സ്റ്റാർസ് ഹാവ് പ്ലാനറ്റ് ആൻഡ് ദെയർ സാറ്റലൈറ്റ്. ഒരുപാട് നക്ഷത്രങ്ങൾക്ക് അവയെ ചുറ്റുന്ന എന്താണ് സാറ്റലൈറ്റുകളും ഉണ്ട്. ഹൗ ടു ഡിഫറെൻറ്റ് ദ സ്റ്റാർസ് ആൻഡ് അതർ കെലസ്ട്രിയൽ ബോഡീസ്? എങ്ങനെയാണ് നമുക്ക് നക്ഷത്രങ്ങളെയും മറ്റുള്ള കെലസ്ട്രിയൽ ബോഡീസിനെയും എങ്ങനെയാണ് നമുക്ക് ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. സ്റ്റാർസ് ആർ സെൽഫ് ലുമിനസ് കെലസ്ട്രിയൽ ബോഡീസ്. എന്താണ് സ്റ്റാർസ് എന്ന് പറയുന്നത്? സ്വയം പ്രകാശിക്കാൻ പറ്റുന്ന ഒരു കെലസ്ട്രിയൽ ബോഡിയാണ്. ബട്ട് പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ആർ നോട്ട് സെൽഫ് ലുമിനസ്. എന്താണ്, പക്ഷെ പ്ലാനറ്റുകളും സാറ്റലൈറ്റുകളൊന്നും സ്വയം പ്രകാശിക്കാൻ വേണ്ടി പറ്റില്ല. ദ ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ദീസ് ബോഡീസ് ഗെറ്റ് റിഫ്ലക്റ്റ് ആൻഡ് ഇറ്റ് മേക്സ് ദം ഗ്ലോ. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്നാൽ അവിടെയുള്ള പ്ലാനറ്റ്സും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല, അവർക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ അവർ പ്രകാശമായിട്ട് പുറത്തേക്ക് വിടുകയാണ്. അവർക്ക് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയായിട്ട് നമുക്ക് തോന്നുകയാണ് അവിടെ ചെയ്യുന്നത്. വൈൽ ഒബ്സർവ്
observing the sky, we see the stars twinkling whereas the planets shine without twinkling. എന്താണ് ആകാശം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ടും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായിട്ടുമാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് സോളാർ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഈ പിക്ചർ നിങ്ങളോട് നോക്കാൻ പറയുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണുള്ളത്? സണ്ണ്, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഓൾ പ്ലാനറ്റ്സ് നമ്മൾക്ക് ഇവിടെ ഉണ്ടല്ലേ. ലൈക്ക് ദ മൂൺ റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത്. The earth and the other planets of the solar system revolve around the sun. അഥവാ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. The path of the celestial bodies is called the orbit. ഈ ഒരു സഞ്ചാരത്തിനെയാണ്, ഈ ഒരു പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. The solar system consists of the sun, the planet around the sun, satellites and many other celestial bodies. സൂര്യനും സൂര്യന്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങളും അതിൻ്റെ എന്താണ് ഉപഗ്രഹങ്ങളും അതിൻ്റെ സാറ്റലൈറ്റുകളും മറ്റനേകം വസ്തുക്കളും എല്ലാം കൂടെ ചേർന്നതാണ് എന്ത് പറയുന്നത്? നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. How many planets are there in the solar system? സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ് ആണുള്ളത്? റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നോക്കുക, അവിടെ ഉണ്ട്, ഇതിൻ്റെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് വിച്ച് പ്ലാനറ്റ്സ് ഡസ് ദ എർത്ത് ഓർബിറ്റ് ലൈ? എന്താണ് ഇതിൽ ഏതാണ് ശരിക്കും ഉള്ള ഓർബിറ്റ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ ഉള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ താഴെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മേക്ക് എ മോഡൽ ഓഫ് ദ സൺ, ദ എർത്ത് ആൻഡ് ദ മൂൺ ആസ് സീൻ ഇൻ ദ പിക്ചർ, ഡെമോൺസ്ട്രേറ്റ് ദെയർ മൂവ്മെൻറ്റ് വിത്ത് ദ മോഡൽ യു ഹാവ് മെയ്ഡ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്ക് സണ്ണിൻ്റെയും എർത്തിൻ്റെയും മൂണിൻ്റെയും ഒക്കെ പിക്ചറിൽ തന്നിട്ടുള്ള പോലെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അവിടെ നിങ്ങളൊന്ന് മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് യഥാർത്ഥത്തിൽ മൂവ് ചെയ്യുന്നത് എന്നുള്ളത്, എന്തിനാണ് ശരിക്കും ഓർബിറ്റ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ കുറിച്ചിട്ടാണ്, കൃത്രിമോപഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്. ലെറ്റ്സ് എ പ്ലേ. ഇവിടെ ഒരു ഗെയിമാണ് തന്നിട്ടുള്ളത്. എന്താണ്? എ ബ്ലൈൻഡ് ഫോൾഡഡ് പേഴ്സൺ ഷുഡ് റീച്ച് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം. എന്താണ്? കണ്ണ് കെട്ടിയ ഒരാൾ ക്ലാസ് മുറിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കളി എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രൈ ടു റീച്ച് ദാറ്റ് പ്ലേസ് വിതൗട്ട് എനിവൺസ് ഹെൽപ്പ്. അപ്പോൾ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ആദ്യം നിങ്ങൾ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. അത് നെക്സ്റ്റ് സ്റ്റേജ് വി ക്യാൻ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ ഹെൽപ്പർ. അതിനുശേഷം ഒരു ഹെൽപ്പറുടെ ഇൻസ്ട്രക്ഷനോട് കൂടിയിട്ട് നിങ്ങൾ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. വെൻ വാസ് ഇറ്റ്സ് പോസിബിൾ ടു റീച്ച് ദ ടാർഗറ്റ് ഈസിലി? ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ എത്തിക്കാൻ പറ്റുന്നത്? ഒരാളുടെ ഹെൽപ്പോട് കൂടി അല്ലെ, ഇൻസ്ട്രക്ഷനോട് കൂടിയിട്ടുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. Then, while traveling through an unknown and familiar route, what is the method adopted by the driver of your vehicle to reach the destination easily? ഇപ്പോൾ നിങ്ങൾക്ക് വഴി അറിയാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവിടെ കറക്റ്റായിട്ട് എത്തിച്ചേരുക? അത് നിങ്ങളെ സഹായിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാറല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട്, ചില സമയത്ത് മിസ്റ്റേക്ക് വരാറുണ്ട് എങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദ നമ്മളവിടെ കറക്റ്റായിട്ട് എത്തിക്കാറുണ്ട്, വളരെ അക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടാറുണ്ട് അല്ലേ. Then, do you know how we get such service? എങ്ങനെയാണ് നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ആ സർവീസ് കറക്റ്റായിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാനുള്ളത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇമാജിൻ ഓൺ ഒബ്ജക്റ്റ് ഓർബിറ്റിൻ ദ എർത്ത്. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമ്മുടെ എർത്തിൻ്റെ ഒരു ഓർബിറ്റിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ we can take pictures of the earth with a camera attached to that object. അപ്പോൾ നമ്മൾ എന്താണ്, അതിലൊരു ക്യാമറ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ ടേക്കൻ ദാറ്റ് വേ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. Many mechanical devices including cameras and various instruments created by humans have been sent to the space. അപ്പോൾ ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്രങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യർ ഈ സ്പേസിലേക്ക് അയച്ചിട്ടുണ്ട് അല്ലേ. ദേ കോൺസ്റ്റൻ്റ്ലി റിവോൾവ് അറൗണ്ട് ദ എർത്ത്. അപ്പോൾ എന്താണ് ഇത്? സദാ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ദീസ് man-made device are called artificial satellites. ഇത്തരത്തിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. Such artificial satellites provide service like GPS, global positioning system. They enables us to view the satellite image of your house, school and other places using mobile phone or computers. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് GPS എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ ഓരോന്നിൻ്റെയും പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്താണ് ഇതുപോലെ നിങ്ങളുടെ സ്കൂളിൻ്റെയും ഹൗസിൻ്റെയും മറ്റുള്ള സ്ഥലങ്ങളുടെയും ഒക്കെ പിക്ചേഴ്സും മറ്റുമൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. Then, what are some other services that artificial satellites provide? പിന്നെ എന്തൊക്കെ സർവീസാണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമുക്ക് നൽകുന്നത്? ഇവിടെ നോക്കൂ എന്തൊക്കെയാണ്. റിമോട്ട് സെൻസിങ്, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സയൻറ്റിഫിക് എക്സ്പെഡിഷൻസ്, ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്, ഡിഫൻസ്. ഇത്രയും സർവീസസ് നമുക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് തരുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റ്, പിന്നെന്താണ് ഇവിടെ തന്നിട്ടുള്ള ഏതെങ്കിലും 3 പോയിന്റ് നിങ്ങൾക്ക് എടുത്ത് എഴുതിയാൽ മതി. ഡിഫൻസോ റിമോട്ട് സെൻസിങ്ങോ എഡ്യൂക്കേഷനോ എന്തെങ്കിലും എടുത്ത് എഴുതിയാൽ മതി. ഇനി അടുത്തതായിട്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചെക്ക് ഔട്ട് ദ ലിസ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ അവർ കൺട്രി ആൻഡ് ദെയർ പർപ്പസസ്. അപ്പോൾ നമ്മുടെ കൺട്രി ലോഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അതിൻ്റെ പർപ്പസുമാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇൻസാറ്റ് ആണ്. ഇൻസാറ്റ് എന്താണ്? പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. എജുസാറ്റ് എഡ്യൂക്കേഷന് വേണ്ടിയാണ്. IRNSS എന്ന് പറയുന്നത് നാവിഗേഷന് വേണ്ടിയാണ്. അതുപോലെ തന്നെ കാർട്ടോസാറ്റ് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഒബ്സർവേഷന് വേണ്ടിയാണ്. ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ചിനാണ്. GSAT 7 അതുപോലെ തന്നെ എമിസാറ്റ്, ഇത് രണ്ടും ഡിഫൻസിന് വേണ്ടി ഉള്ളതാണ്. ഓക്കെ, ഇനി നോക്കൂ. The Indian Regional Navigation Satellite System (IRNSS) is an regional satellite navigation system developed by India. It is the equivalent to GPS, Global Positioning System. അത് നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ IRNSS എന്ന് പറയുന്നത്. ഇത് GPS-ന് സമാനമായ ഇന്ത്യൻ ഒരു സംവിധാനം കൂടെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് റോക്കറ്റ്സിനെ കുറിച്ചിട്ടാണ്. How are artificial satellites launched to space? എന്താണ്, എങ്ങനെയാണ് നമ്മുടെ കൃത്രിമോപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് സ്പേസിലേക്ക് എത്തിച്ചേരുന്നത്? ഇവിടെ സാറ്റലൈറ്റ് ലോഞ്ച് ഓൺ May 29 ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. ബാംഗ്ലൂരു, ദ ലോഞ്ച് ഓഫ് എ നാവിഗേഷണൽ സാറ്റലൈറ്റ് indigenously developed by our country will take place on May 29th. The satellite will be placed into its orbit using GSLV F-12. It will be the raised to its orbit by the rocket in 18 minutes. എന്താണ്, തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഗതി നിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം May 29 നടക്കുകയാണ്. അത് GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉപഗ്രഹത്തെ അതിൻ്റെ പ്ലേസിലേക്ക് അത് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഓർബിറ്റിലേക്ക് അത് എത്തിക്കുന്നത്. മാത്രമല്ല 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ അതിൻ്റെ ഓർബിറ്റിൽ എത്തിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? റോക്കറ്റ് ആർ ദ വെഹിക്കിൾസ് യൂസ്ഡ് ടു ലോഞ്ച് സാറ്റലൈറ്റ്സ് ആൻഡ് എ സ്പേസ് ക്രാഫ്റ്റ് ഇൻ ടു സ്പേസ്. അഥവാ ഈ റോക്കറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ നമ്മുടെ വെഹിക്കിൾസിനെയും ലോഞ്ച് സാറ്റലൈറ്റിനെയും ഒക്കെ അതിൻ്റെ സ്പേസിലേക്ക് എത്തിക്കുന്നത് എന്താണ്? റോക്കറ്റുകളാണ് നമ്മൾ മനസ്സിലാക്കുക. The Indian Space Research Organization is the space agency responsible for planning and executing the space missions of our country. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്ലാനിങ്സും ആസൂത്രണം ചെയ്യുന്നതും അത് നടപ്പിലാക്കുന്നതും ഒക്കെ എന്താണ്? നമ്മുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണ് നമ്മുടെ ISRO എന്ന് പറയുന്നത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കളക്ട് ദ നെയിം ഓഫ് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അതർ കൺട്രീസ് ആൻഡ് നോട്ട് ദം ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ സയൻസ് ഡയറിയിൽ ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾ, ഇത് ഇന്ത്യയുടേതാണ്, മറ്റുള്ള രാജ്യങ്ങളുടെ സ്പേസ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കൂ, അവർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. നമുക്കിടെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പ്രധാനമായിട്ടും നമുക്ക് 2 സ്റ്റേഷനുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആണ്. ഓക്കെ, തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ.
ലൊക്കേറ്റഡ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഓഫ് കൊല്ലം, കേരളം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഒരു തുമ്പ ലോഞ്ചിങ് സ്റ്റേഷൻ ഉള്ളത്. അതുപോലെ ഇന്ത്യാസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ ആണ്. ഇതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എസ്റ്റാബ്ലിഷ് ഓൺ 21 നവംബർ 1963. ഇതെന്താണ്, 1963 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? ദ ലൊക്കേഷൻ ഈസ് നിയർ ദ എർത്ത് മാഗ്നറ്റ് ഇക്വേറ്റർ. ഇതെന്താണ്, എർത്തിന്റെ മാഗ്നറ്റ് ഇക്വേറ്ററിന് എടുത്തായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യാറുള്ളത്. നോൺ ആസ് ദ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, നോൺ ആസ് ദ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ഇതിന് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നും പറയാറുണ്ട്. ഇനി അടുത്തത് നോക്കൂ, സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ കുറിച്ചിട്ടാണ്. ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്. സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ ഇൻ ഒക്ടോബർ 1971. ദർ ആർ 2 ലോഞ്ച് പാഡ്സ്, 2 ലോഞ്ചിന്റെ പാഡ്സ് ആണുള്ളത്. ഇനി എന്ത് എഴുതാം? നൗ ഇന്ത്യ സാറ്റലൈറ്റ് ലോഞ്ച് ആർ ടേക്കിംഗ് പ്ലേസ് ഹിയർ. ബീങ് ക്ലോസർ ടു ദ ഇക്വേറ്റർ ഗീവ്സ് ഇറ്റ് എക്സ്ട്രാ സെൻട്രിപീറ്റൽ ഫോഴ്സ് ദാറ്റ് ഹെൽപ്പ് ലോഞ്ച് സാറ്റലൈറ്റ്. ഓക്കെ, ഇത്രയും പോയിന്റ്, 2 പോയിന്റുകൾ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വിക്രം സാരാഭായിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിക്രം സാരാഭായ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. എന്താണ്, ഇന്ത്യയിലെ സ്പേസ് പ്രോഗ്രാമിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ്. ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യാസ് ഇൻഡിജിയസ് സ്പേസ് ടെക്നോളജീസ്. അദ്ദേഹം എന്താണ്, ഇന്ത്യയിലെ തന്നെ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. Recognition his contribution, Vikram Sarabhai Space Center in Thiruvananthapuram and the lunar lander of the Chandrayaan mission are named after him. അപ്പോൾ തിരുവനന്തപുരത്തുള്ള എന്താണ് ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാൻഡിങ്ങിന് വിക്രം എന്നും പേര് നൽകിയത് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ്. അടുത്തത് സതീഷ് ധവാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സതീഷ് ധവാൻ വാസ് എ ചെയർമാൻ ഓഫ് ISRO. It took the leadership role in the developing India's unique space technologies. Satish Dhawan Space Center located in Sriharikota is named so in memory of him. അപ്പോൾ എന്താണ്, ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു, നമ്മുടെ ISROയുടെ ചെയർമാൻ ആയിരുന്ന സതീഷ് ധവാന് ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുകയും ഇദ്ദേഹത്തിന്റെ സ്മരണക്കാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇനി വോയാജസ് ടു ദ മൂൺ, മൂണിലേക്ക് പോയ യാത്രകളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഏതൊക്കെ യാത്രകളാണ് പോയിട്ടുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. The desire to reach the moon, Earth's nearest celestial body, was a long-standing aspiration of the humanity. This dream was realized on July 21st, 1969. This was the result of continuous research since 1960 in NASA's Apollo 11 lunar exploration module. Astronauts Neil Armstrong and Edwin Aldrin first launched on the moon. Michael Collins was the pilot of the spacecraft which took them to the moon. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള എന്താണ്, ആകാശഗോള celestial ബോഡിയാണ് നമ്മുടെ ചന്ദ്രൻ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ 1969 ജൂലൈ 21 അവിടേക്ക് പോകാനുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് സഫലമായിട്ടുള്ളത്. 1960 മുതൽ തന്നെ അവർ നിരന്തരമായിട്ടുള്ള ഗവേഷണങ്ങളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ 1969 അത് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്താണ്, അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 11 എന്ന ചന്ദ്രപര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ഈ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രയിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആയിരുന്നു ഇത് സഞ്ചരിച്ച ഈ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു പേടകത്തിനെ നിയന്ത്രിച്ചത് അദ്ദേഹമായിരുന്നു. ഇനി അടുത്തത് ദ സ്പേസ് വീക്ക് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ ബഹിരാകാശ വാരം നടത്താറുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കൂട്ടുകാർ വായിച്ചു നോക്കാം. ഇനി അടുത്തത് ഇന്ത്യാസ് ലൂണാർ മിഷനെ കുറിച്ചിട്ട് നോക്കാം. ഇന്ത്യയിൽ പ്രധാനമായിട്ടും എത്ര ലൂണാർ മിഷൻസ് ആണ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് വൺ ചന്ദ്രയാൻ 1, ദെൻ ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്, ചന്ദ്രയാൻ 1 is the first lunar exploration mission of our nation. It was launched on October 22, 2008 from Sriharikota. It enters the moon's orbit at a latitude of 100 kilometers and conducted studies of the lunar surface. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യമായിട്ടുള്ള ഒരു ചന്ദ്രപര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. ഇത് 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പാതയിലൂടെ
ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി അതിനുശേഷമാണ് ചന്ദ്രയാൻ 2 ഉണ്ടായിരുന്നത്. ചന്ദ്രയാൻ 2 ഈസ് ദ ഇന്ത്യസ് സെക്കൻഡ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ലോഞ്ച്ഡ് ഓൺ ജൂലൈ 22, 2019. Its global was to study the features of rock and soil on the lunar surface. അപ്പോൾ എന്താണ് ലൂണാർ സർഫേസിലുള്ള നമ്മുടെ റോക്കിനെ കുറിച്ചിട്ടും സോയിലിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജൂലൈ 22, 2019 ഈ ചന്ദ്രയാൻ 2നെ നമ്മൾ അയച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 ഈസ് ദ ഫസ്റ്റ് മിഷൻ ടു ലാൻഡ് ഓൺ ദ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ ജൂലൈ 14, 2023. It landed on the lunar surface on August 23, 2023. The rover separated from it, normed on the lunar surface and conducted experiment. അഥവാ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് നമ്മുടെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിക്കുകയും 2023 ഓഗസ്റ്റ് 23 അവിടെ എത്തുകയും ചെയ്തു, ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അതർ ഇന്ത്യൻ പ്രൊജക്ട്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. ഒന്ന് മംഗളയാനാണ്, മാർസ് എക്സ്പെഡിഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ ആദിത്യ 11-1 ആണ്, സോളാർ എക്സ്പെഡിഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഗംഗനിയാനാണ്. അതെന്താണ് സ്പേസ് എക്സ്പെഡിഷന് വേണ്ടിയിട്ടായിരുന്നു, സ്പേസിലെ പരിവേഷണത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ലെറ്റ്സ് അസസ് നോക്കാം. അത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് നോട്ട്സും അതും കൂടെ നമുക്കൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്, അതുകൊണ്ട് കുറച്ച് സ്പീഡായിരിക്കും. അത് മാത്രമല്ല വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ കൂട്ടുകാർ എല്ലാ ഭാഗവും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.